പണ്ട് VS-ന് വേണ്ടി ജനം തെരുവിലിറങ്ങി, ഓരോ VD സതീശന് വേണ്ടി ഇപ്പോൾ തെരുവിലിറങ്ങുകയാണ്. അതിലേക്ക് നയിക്കാനുള്ളൊരു കാരണം, ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം വലിയ ചരിത്രമല്ല, ഒരു 4-5 വർഷത്തെ ചരിത്രം. നമുക്കറിയാം, കോൺഗ്രസ്സിന് നേരിട്ടൊരു അപജയം എന്ന് പറയുന്നത് പുതിയ തലമുറ ഒരിക്കലും കോൺഗ്രസ്സുകാരാണെന്ന് സ്വയം പറയാൻ, കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ പോലും കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ മടിച്ചിരുന്ന ഒരു കാലമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ പാർട്ടിക്ക് പരമ്പരാഗതമായി ഉണ്ടായിരുന്ന ഈ തൊഴുത്തിൽ കുത്ത്, അഴിമതി, സ്ഥാനമോഹം, അധികാരമോഹം, ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളുള്ള നേതാക്കന്മാരാണ്. ഖദർധാരികളായ കുറേ ആളുകളെക്കുറിച്ചുള്ള തെറ്റായ പെർസെപ്ഷൻ, സിനിമയും സാഹിത്യവും പോപ്പുലർ കൺസെപ്റ്റൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു സാധനമുണ്ട്. അവിടെ നിന്ന് ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ പുതിയ തലമുറയ്ക്ക് ആർജവം കാണിച്ചു കൊടുത്തൊരു തലമുറ മാറ്റം കോൺഗ്രസിൽ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ആ തലമുറ മാറ്റം ടെലിവിഷൻ ഡിബേറ്റിൽ കോൺഗ്രസിൻ്റെ വക്താക്കളായി വരുന്ന ആളുകൾ വരുന്ന തലമുറ മാറ്റം മുതൽ നേതൃത്വത്തിൽ വരുന്ന തലമുറ മാറ്റം വരെ ഉണ്ട്. ആ തലമുറ മാറ്റമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇന്നത്തെ വിജയത്തിലേക്കുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കിയത്. ആ തലമുറ മാറ്റം വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ 2021 തോൽവി മാത്രമല്ല, അതിന് മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് കുറേ കൂടി വേഗം കൂടി ഇത് 2021 ശേഷമാണ്, പ്രത്യേകിച്ചും പ്രതിപക്ഷ VD സതീശൻ വന്നതിന് ശേഷമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞങ്ങളൊരു റിഗ്രസീവ് പാർട്ടിയല്ല, ഞങ്ങൾ ഒരു വലതുപക്ഷ പാർട്ടിയല്ല എന്ന് ആവർത്തിച്ച് കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ്. കാരണം കേരളം ആസ് എ സൊസൈറ്റി ഒരു പ്രോഗ്രസീവ് സൊസൈറ്റിയാണ്. അവിടെ ഒരു റിഗ്രസീവ് പാർട്ടി, ഒരു വലതുപക്ഷ പാർട്ടിക്ക് സാധ്യത കുറവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ യഥാർത്ഥ ഇടതുപക്ഷമാണ് എന്ന് പറയുന്നതിലേക്ക് വരെ എത്തി. CPM എന്താണ് തീവ്ര വലതുപക്ഷവൽക്കരിക്കപ്പെട്ടിരുന്നത്, ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറയുന്നതോടെ കേരളത്തിൽ നേടിയെടുത്ത വോട്ട് ബേസ് എന്ന് പറയുന്നത് എന്താ പറയുക, ഈ പറയുന്ന ഒരു പുരോഗമന സമൂഹത്തിൻ്റെ കൂടിയാണ്, പുരോഗമന കാഴ്ചപ്പാടുള്ള ആളുകളുടെ കൂടിയാണ്. അതിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾക്ക് പങ്കുണ്ട്, VD സതീശന് പങ്കുണ്ട്, ഈ വന്ന തലമുറ മാറ്റത്തിന് വലിയ പങ്കുണ്ട്. തലമുറ മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള MLA-മാരുണ്ട്. ഇപ്പോൾ ഈ ജയിച്ചു വന്ന കോൺഗ്രസിൻ്റെ സ്ക്വാഡിൽ 2 പേർ JNUവിൽ നിന്ന് പുറത്തിറങ്ങിയവരാണ്. 2 പേർ, അവർ ചിലപ്പോൾ 2 പേരും മന്ത്രിമാരായിരിക്കും. അപ്പോൾ അങ്ങനെ അത്രയധികം ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു ടീമാണിത്. മറ്റൊന്ന്, VD സതീശൻ മുന്നോട്ട് വെച്ചൊരു പൊളിറ്റിക്കൽ നറേറ്റീവ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ നറേറ്റീവ് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത ആളുകളാണ് ഈ നിരീക്ഷകരായിട്ട് വന്നതെന്ന് ആലോചിച്ച് നോക്കണം. അതെന്താണ്, ആ പറയുന്ന രാഷ്ട്രീയം എന്താണ്, രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാവും, അത് മുകുൾ വാസ്നിക്കിനും അജയ് മാക്കനും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ നിരീക്ഷകർ വന്നിട്ട് ചെയ്ത പണി എന്താണ്, ഈ MLA-മാരുടെ ഇത് എഴുതി വെച്ചിട്ട് അതിൽ നിന്ന് വളരെ സെലക്റ്റീവായി ഒരു പേജ് മാത്രം പുറത്തു വിടുകയാണ്. അത് പുറത്തു വിട്ടത് തന്നെയാണ്, അതൊരു അബദ്ധമല്ല. അങ്ങനെ ഒരു പേപ്പർ ഒരിക്കലും ഫയൽ ചെയ്യാതെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്താ വേണമെങ്കിൽ ഒരു സൂം ലെൻസ് വെച്ച് നിങ്ങൾ ഫോട്ടോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വരില്ല. ഇതൊക്കെ പഴയ തന്ത്രമാണ്, ഓൾഡ് സ്കൂളിൻ്റെ തന്ത്രങ്ങളാണ്. അതൊക്കെ KPCC അധ്യക്ഷൻ പിന്തുണയ്ക്കുന്നത് KC വേണുഗോപാലിനാണെന്ന് നാട്ടുകാർ അറിയിക്കുകയായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ആ പേജിലുള്ളതിൽ ബഹുഭൂരിഭാഗവും എന്താണ്, KC അനുകൂല ലിസ്റ്റാണ്. അതല്ലാത്ത ലിസ്റ്റുകളും ഉണ്ടാവും, നമുക്കറിയില്ല എന്താണെന്നുള്ളതെന്ന്. അതിലൊരാളുടെ കോളം ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്ന് റഫറിമാർ ഇറങ്ങി കളിക്കുകയാണെന്നുള്ള വിവരം പൊതുജനത്തിന് മനസ്സിലായതോടാണ് നമ്മൾ തെരുവിൽ കാണുന്ന ഈ പ്രക്ഷോഭം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇത്രയധികം പ്രക്ഷോഭം ഉണ്ടാവേണ്ട കാര്യമില്ല. 2, ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി മുമ്പ് ഒരുപാട് ഇത്തരം അബദ്ധങ്ങൾ കാണിച്ച് പൊട്ടിപ്പാളീസായ സ്ഥലങ്ങളുണ്ട്. ആന്ധ്രാപ്രദേശ് ഏറ്റവും സമീപ ഉദാഹരണം, മധ്യപ്രദേശ്, രാജസ്ഥാനൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. ഹൈക്കമാൻഡിൽ നിന്ന് ആളെ കെട്ടിയിറക്കുക, അവിടെയുള്ള പ്രവർത്തകരോ വോട്ടർമാരോ സംഘടന തന്നെ അവരെ സ്വീകരിക്കാതിരിക്കുക, പിന്നീട് ആ പാർട്ടി തന്നെ നിർജ്ജീവമായി പോവുക. അതിവിടെ സംഭവിക്കാതിരിക്കാനുള്ള ഒരു ഹിസ്റ്റോറിക് മൊമെൻ്റാണ് ഇപ്പോഴുള്ളത്. അത് എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിക്ക് അത് മനസ്സിലാവും. മറ്റ് സമ്മർദ്ദങ്ങളെങ്കിൽ അദ്ദേഹം അതിൽ ഇടപെടുമായിരിക്കും. അല്ലാത്ത പക്ഷം ഈ പറയുന്ന ഒരു ആന്ധ്ര കേരളത്തിൽ ആവർത്തിക്കും എന്ന് പറയാനുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇത്രയും റിസ്കിയായ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ KC വേണുഗോപാൽ എന്തിനു സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതാണ് എൻ്റെ സംശയം. ഞാൻ KC വേണുഗോപാലിനെ അവിശ്വസിക്കാത്തതും സംശയിക്കാത്തതും കൊണ്ടാണ്. കാരണം ഒരു കാരണവശാലും വലിയ തിരിച്ചടി ഉണ്ടാവുന്ന ഒരു നീക്കത്തിന് KC മുതിരും. അത്രയും ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരൻ, അനുഭവസമ്പത്തുള്ള രാഷ്ട്രീയക്കാരൻ മുതിരുമെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നില്ല. കാരണം ഇനി 2 ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. ആ 2 ഉപതെരഞ്ഞെടുപ്പിൽ ലോക്സഭാ സീറ്റെങ്ങാനും നഷ്ടപ്പെട്ടാൽ അത് BJPക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പാപഭാരം KC വേണുഗോപാലിനാണ്. ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് മന്ത്രിയായതിനു ശേഷം വിജയിക്കാത്ത ഒരു ഉദാഹരണമുണ്ട്. വടക്കാഞ്ചേരിയിൽ K മുരളീധരൻ തോറ്റ ഉദാഹരണം മുമ്പിലുണ്ട്. ഇത്രയധികം പബ്ലിക് ഒപ്പീനിയൻ തനിക്കെതിരായിട്ടും ഇതിനുവേണ്ടി എന്തിന് സമ്മർദ്ദം ചെലുത്തുന്നൊരു ചോദ്യത്തിന് എൻ്റെ മുമ്പിലുള്ള ഉത്തരം, ഇനി നിരവധി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ചുക്കാൻ പിടിക്കേണ്ടത് KC വേണുഗോപാൽ തന്നെയാണ്. അപ്പോൾ KC വേണുഗോപാലിനെ മാറ്റി പുതിയ ആരെങ്കിലും പരീക്ഷിക്കാൻ ഹൈക്കമാൻഡ് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ KCയെ സംബന്ധിച്ച് എന്താണ്, ഒന്നുകിൽ ആ സ്ഥാനത്ത് തുടരുകയോ അല്ലെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു സ്ഥാനം നേടാനോ വേണ്ടി തനിക്ക് തൻ്റെ ഹോം സ്റ്റേറ്റിൽ പിന്തുണയുണ്ടെന്ന് തെളിയിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ബാധ്യതയായി മാറിയിട്ടുണ്ട്. അത് അദ്ദേഹം ഇപ്പോഴല്ല, കഴിഞ്ഞ കുറേ നാളുകളായി. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം ഒരു KC ഗ്രൂപ്പ് ഉണ്ടാക്കാൻ കേരളത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. അതിന് വലിയ ട്രാക്ഷൻ 2023, 24, 25 കാലഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് വർഷമായ 2026 ആകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് വലിയ ശക്തി പ്രാപിച്ചു. എന്ന് മാത്രമല്ല, ആ ഗ്രൂപ്പിലേക്ക്
MLA മത്സരിക്കാൻ സീറ്റ് കിട്ടിയ ആളുകളൊക്കെ അതിലേക്ക് വന്ന് ചേരുകയും ചെയ്തു എന്നുള്ളതാണ് കാണുന്ന കാഴ്ച. എവിടെ വരെ KPCC അധ്യക്ഷൻ വരെ ആ ഗ്രൂപ്പിലേക്ക് വന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് പുറത്തു വരുന്ന വിവരം. അപ്പോൾ അതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ നല്ലതാണ്. ഒരു നേതാവെന്ന നിലയിൽ അണികളുടെയും പ്രാദേശിക നേതാക്കളുടെയും പിന്തുണ നേടുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ അത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്യുന്നത് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കാത്തതിന് കാരണം KC വേണുഗോപാൽ എന്ന പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയക്കാരനിലുള്ള എനിക്കുള്ള മതിപ്പും വിശ്വാസവുമാണ്.